കല്യാണി വരുമ്പോൾ അവളെ കൊടുക്കാൻ ആ ഗംഗയും ഇളയമയും കൂടി എന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ബ്രോ അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. കല്യാണി വന്നു കഴിഞ്ഞാൽ ഞാനും സുബ്ബണ്ണനും ഇളയമയുടെയും ഗംഗയുടെയും ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും. അതെ ആനന്ദ്, അത് ഞങ്ങൾ ഏറ്റു. അവർ കല്യാണിയിൽ പ്രയോഗിക്കാൻ പോകുന്ന ആയുധം സ്റ്റെല്ലയിൽ പരീക്ഷിച്ചു എന്നാ എനിക്ക് തോന്നുന്നത്. യെസ്, സ്റ്റെല്ലയ്ക്ക് കഴിഞ്ഞ രാത്രി പെട്ടെന്നൊരു തലകറക്കവും പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ കണ്ടതാ. എന്നാ പിന്നെ നമ്മൾ അലേർട്ടായിട്ടിരിക്കണം ബ്രോ. എന്താ? അല്ല, അവളിനി ഫംഗ്ഷന് വരാതെങ്ങാണ്ടിരിക്കുമെന്നാ എനിക്കിപ്പോ സംശയം. നല്ല കഥയായി. അഖിലേച്ചി ഫംഗ്ഷന് വരാൻ പറഞ്ഞു എന്ന് ആ സ്റ്റെല്ല ചെന്ന് അറിയിച്ചപ്പോ മുതല് അവള് തപസിരുന്ന് നേരം വെളുപ്പിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ. ആ, എത്തിയോ? അതല്ലേ പറഞ്ഞതിപ്പോ. അകത്ത് കയറാനുള്ള മുഹൂർത്തം നോക്കി പുറത്ത് നിൽപ്പുണ്ട്. ഇത് ചെവിക്ക് ചെവി അറിയാതെ ജ്യൂസിൽ കലർത്തി കല്യാണിയെ കുടിപ്പിക്കണം. ആന്റി, അതൊക്കെ ഇവള് നോക്കിക്കോളും. വേണ്ട, നല്ല ടേസ്റ്റ് അല്ലേ? ആന്റിക്ക് വേണ്ടേ? അത് കൊടുത്തരോ? ദേ, നിനക്ക് ഇതിനകത്ത് കുറച്ച് വിഷം കലക്കി തന്നു കൊല്ലും ഞാൻ. ഇങ്ങനൊരു ജന്മം. നീ ആ പൊടി ഇതിലിട്ട് കലക്ക്. നീ ഇതവക്ക് കൊണ്ടുകൊടുക്ക്. ആ ശരി ആന്റി. എന്തെങ്കിലും പറഞ്ഞു കുടിപ്പിച്ചിരിക്കണം. അത് ഞാൻ ഏറ്റു. ശരി ശരി, പോയിട്ട് വാ. തന്നോ? ആ ശരി. കല്യാണി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? വാ, അകത്തേക്ക് കയറ്. ഫംഗ്ഷൻ തുടങ്ങട്ടെ. അത് കുറച്ചു കഴിഞ്ഞ് തുടങ്ങൂ. അഖിലാന്റി റെഡിയാവുന്നേ ഉള്ളൂ. ആ, ഒരു കാര്യം ചെയ്യ്, ഈ ജ്യൂസ് കുടിക്ക്. കുടിക്ക് കല്യാണി, കുടിക്ക്. ജ്യൂസ് കുടിച്ചപ്പോ ഞാൻ സ്വബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞോന്നറിയാം. അവരെന്തോ ആ ജ്യൂസിൽ എനിക്ക് കലക്കി തന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നാളെ നടക്കുന്ന ഫംഗ്ഷനില് അവര് നിന്നെ ചതിക്കാനുള്ള പരിപാടിയാ. കല്യാണി ജ്യൂസ് കുടിക്ക്. ഇന്ന് നീ ഈ ഫംഗ്ഷന് ഗസ്റ്റ് ആയിട്ട് വന്നല്ലേ, കുടിക്ക്. അത് എനിക്ക് ഇന്നലെ മുതൽ ഉള്ളിലൊരു കിടുങ്ങലുണ്ട്. പനിയുടേതാണെന്നാ തോന്നണേ. അതുകൊണ്ട് എനിക്കിത് വേണ്ട. ഇതിൽ ഐസ് ഒന്നും ഇട്ടിട്ടില്ല. ഇത് കുടിച്ചു എന്നും പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല. കുടിക്ക്. അയ്യോ കല്യാണി, കുടിക്ക്. വേണ്ട. കുടിക്കുന്നേ. വേണ്ടാഞ്ഞിട്ടാ. വേണ്ട, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. കല്യാണിക്ക് പനിയാണെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? അതിങ്ങെടുക്ക്. അത് അയ്യോ തൊലഞ്ഞു. അതിനകത്ത് മയക്കപ്പൊടി ഉണ്ടെന്ന് എങ്ങനെ പറയും ഈശ്വരാ?
ഓക്കെ. അയ്യോ. അയ്യോ ആന്റി, കല്യാണി ജ്യൂസ് കുടിച്ചില്ല ആന്റി. ജ്യൂസ് കുടിച്ചില്ലേ? ആ, കല്യാണിക്ക് പനി ആയതുകൊണ്ട് തണുപ്പ് പറ്റില്ലാന്നു. ശ്ശേ, നശിപ്പിച്ചു. എന്നിട്ടാ ജ്യൂസ് എവിടെ? അത് പിന്നെ ഞാനങ്ങ് കളഞ്ഞു. അതോ അതും കൂടി നീ അങ്ങ് കുടിച്ചോ? പിന്നെ അത് കുടിച്ചിട്ട് വേണം എന്റെ മനസ്സിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് ചോർത്തിയെടുക്കാൻ. ദാസേട്ടാ, ആ. ജ്യൂസ് കുടിക്ക്. പിന്നെ ആവട്ടെ സുജാതെ, എല്ലാവർക്കും കൊടുക്ക്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. ദാസേട്ടനാ ഇത്. ഇപ്പൊ വേണ്ട. ദാസേട്ടാ, മാഡം, ഗംഗയുടെ ഡാഡി ഫോൺ വിളിച്ചോണ്ട് ഇവിടെ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്. പോയി ഒന്ന് വിളിക്കാമോ? അതിനെന്താ മാഡം, ഞാനിപ്പോ പോയി സാറിനെ വിളിച്ചോണ്ട്. ശരി. നല്ല കിക്ക്. ജ്യൂസിന്റെ കളറ് സാധനം ഇറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അതേതായിരിക്കും ആ സാധനം? ഏതായാലും സൂപ്പർ സാധനം. ജസ്റ്റ് മിസ്. പേര് നോക്കാൻ പറ്റിയില്ല. ദാസേട്ടാ, ദാസേട്ടനെ കാണുമ്പോ എനിക്കെന്റെ വല്യേട്ടനെ ഓർമ്മ വരുന്നത്. ദാസേട്ടൻ അറിയോ, എന്റെ വല്യേട്ടൻ പാവമായിരുന്നു. കുടിച്ചു 35-ാമത്തെ വയസ്സിൽ കരൾ രോഗം വന്നാ മരിച്ചത്. എന്താണെന്ന് അറിയാൻ വയ്യ ദാസേട്ടാ. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയണോ എനിക്ക്. എന്റെ ദാസു വല്യേട്ടനോട് എല്ലാം പറയണോ എനിക്ക്. ചോദിക്ക് ദാസേട്ടാ, എന്റെ മനസ്സിലെന്താന്ന് ചോദിക്ക്. ഞാനൊരു സത്യം പറയാം. ഇവിടെ എല്ലാരും വിചാരിക്കുന്നത് ഞാനും പത്മയും ഗംഗയുടെ അച്ഛനും അമ്മയെന്നാ. കള്ളവാ, പച്ചക്കള്ളം. ഞങ്ങള് ഗംഗയുടെ അച്ഛനും അമ്മയും ഒന്നുമല്ല. ഗംഗ ഞങ്ങളുടെ മോളുമല്ല. ഞങ്ങള് വാടകക്കാരാ. ഞങ്ങളെ വാടകയ്ക്കെടുത്തതാ. ദിവസം 10,000 രൂപ. ദാസേട്ടൻ എവിടെ പോയി? മേനോ സാർ ഇതെവിടെ പോയി? എവിടെയെങ്കിലും മാറിയെന്ന് ഫോൺ ചെയ്യുന്നുണ്ടാവോ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ആ, സാർ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ദാസേട്ടാ, ദാസേട്ടൻ എവിടെ പോയി? സാർ, ഞാൻ സാറിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. ദാസു വല്യേട്ടാ, വല്യേട്ടൻ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയേ? വല്യേട്ടനോ? അതെ, വല്യേട്ടൻ. ഇത് ദാസേട്ടനല്ല, വല്യേട്ടനാ. വല്യേട്ടൻ. ഈശ്വര, കുടിച്ച് പിറ്റാൻ തോന്നില്ല. മാഡം അറിഞ്ഞ അതോടെ എല്ലാം തീരും. എന്തൊരു വഴി. ആ, ഫംഗ്ഷൻ തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ തുടങ്ങാറാവുന്നുള്ളൂ. ഓ, അപ്പൊ എന്നെ വിളിക്കാൻ വന്നതായിരിക്കും അല്ലേ വല്യേട്ടൻ? വാ, പോവാം. ഇപ്പൊ അയ്യോ സാർ, ഇപ്പൊ വേണ്ട സാർ. സാർ ഇപ്പൊ പോയാൽ ശരിയാവില്ല. ഇങ്ങോട്ടിരിക്കേ. ഇല്ല, എനിക്ക് പോണം. പോയി എല്ലാരോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. ഡാൻസ് ഇപ്പൊ തുടങ്ങും ദാസേട്ടാ. എനിക്കും കളിക്കണം ഡാൻസ്. എന്നെ കൂടെ കൊണ്ടുപോകും ദാസേട്ടാ. ശേ,
തന്നു. കല്യാണി എവിടെ? പുറത്തുണ്ട് മാഡം. കല്യാണി വിളിക്ക്. ശരി മാഡം. നീരജ് ഇങ്ങോട്ടേക്ക് വാ. യെസ് മാഡം. ആനന്ദിന്റെ അടുത്ത് വന്ന് നിൽക്ക്. കല്യാണി, ഫംഗ്ഷൻ തുടങ്ങാൻ പോകുന്നു. മാഡം അന്വേഷിക്കുന്നു. ഗംഗമോളെ വിളിക്കുന്നു. ഡാൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചില്ലേ? പഠിച്ചല്ലേ? നന്നായി കളിക്കണം. സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. കല്യാണി വാ. ഗംഗയ്ക്ക് ഡാൻസ് കളിക്കാൻ നീയും കൂടി കൂട്ടു വേണമെന്ന്. അതാ നിന്നെ വിളിപ്പിച്ചത്. ആന്റി, ഇനി ഞങ്ങളുടെ ഡാൻസ് തുടങ്ങട്ടെ? ഓ ആയിക്കോട്ടെ. ഗംഗെ, ഒരു മിനിറ്റ്. ചേച്ചി, ഒരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപ് രണ്ടുപേർക്ക് മധുരം കൊടുത്ത് തുടങ്ങിയാലോ? അതെ അകലെ, അത് തന്നെയാണ് അതിന്റെ ഒരു ശരി. കല്യാണിക്ക് തന്നെ ആവട്ടെ ആദ്യത്തെ മധുരം. കല്യാണിയാണല്ലോ ഇന്നത്തെ നമ്മുടെ അതിഥി.
ചേട്ടാ